അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് വേണേൽ ചെയ്തോ, പക്ഷെ പാട്ട് മാത്രം പാടരുത്. അപ്പോൾ പാട്ട് പാടാൻ അറിയത്തില്ലാത്ത എന്നെപ്പോലുള്ളവർക്ക് ഒരു പരിഹാരമായിട്ടാണ് നമ്മുടെ ജെമിനി ഇപ്പം വന്നിട്ടുള്ളത്. അതേ ജെമിനിയിൽ നമുക്ക് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വരികൾ കൊടുത്താൽ അത് പാട്ട് പാടി നമുക്ക് തരും. അല്ല ഇൻ കേസ് നമ്മൾ സിറ്റുവേഷൻസ് കൊടുത്താൽ പാട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. പുതിയ ഒരു ഫീച്ചർ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നതാണ്. എനിക്ക് കുറച്ച് മലയാള ഭാഷയിലും അല്ലെങ്കിൽ എഴുത്തിലൊക്കെ കുറച്ച് താല്പര്യമുള്ള ആളാണ്. അപ്പം ഞാൻ വളരെയധികം സന്തോഷിച്ചു ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നപ്പം. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് എഴുതാലോ ധൈര്യമായിട്ട്, നമ്മുടെ ജെമിനി കൊടുത്ത് നമുക്ക് പാട്ടാക്കിയിട്ട് ഇടുകയും ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ പഴയൊരു കവിത എടുത്തിട്ട് പാട്ടാക്കി നോക്കിയപ്പം നല്ല അടിപൊളിയായിട്ട് വന്നു. ഞാൻ അപ്പം തന്നെ ഒരു കവിത അങ്ങ് എഴുതി. അപ്പം ഭയങ്കര ആഗ്രഹത്തിൽ ഞാൻ ആ കവിത നമ്മുടെ ജെമിനിക്കൊന്ന് കൊടുത്ത്, ഇനി നിങ്ങൾ കണ്ടോ. ഇതിപ്പോൾ ഞാൻ ജെമിനി എടുത്തിട്ട് ഞാൻ കവിത എഴുതിയതൊന്ന് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ കണ്ടോ ക്രിയേറ്റ് ഇമേജ്, നമ്മുടെ ഇത്രയും ഓപ്ഷൻസിൽ ഞാൻ ക്രിയേറ്റ് മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഇവിടെ ഒരുപാട് നമുക്ക് ട്രാക്സ് ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഏത് ടൈപ്പ് വേണം എന്നുള്ളതൊക്കെ 90s റാപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഒന്നും സെലക്ട് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ഇതിന് അങ്ങനത്തെ ഒന്നും വേണ്ട. സ്വന്തം അത് ജെമിനി തന്നെ തീരുമാനിച്ചിട്ട് അങ്ങ് ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തു. ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇപ്പം അങ്ങ് ജനറേറ്റ് ആയി വരുമല്ലോ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നേ. അപ്പോൾ ജെമിനി പറഞ്ഞ കാര്യം ചെയ്യും, അതായത് ഞാൻ കൊടുത്ത വരികൾ ഞാൻ വായിച്ചേപ്പിക്കാം. ഈ വരികൾ എൻ്റെ സംഗീത താളങ്ങളുമായി അല്പം പൊരുത്തക്കേടിലാണ്. ഞാനിപ്പോൾ ബീറ്റ ഘട്ടത്തിലായതുകൊണ്ട് മതപരമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അല്പം സങ്കീർണമായേക്കുമാവുന്ന വിഷയങ്ങൾ ഉൾപ്പെടുന്ന വരികൾ സംഗീതം നൽകുന്നതിൽ ചില നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ട്. നോ, എനിക്കിത് മതി എന്ന് കൊടുത്തു നോക്കാവേ എന്താ വരുന്നതെന്ന്. ഈ വരികളിലെ അർത്ഥം വളരെ ഗഹനമാണ്, പക്ഷേ ഈ ട്യൂൺ എൻ്റെ നിലവിലെ പരിധിക്ക് അല്പം പുറത്താണ്. ഇനി വേറൊരു കോമഡി പറയാം. ഞാനിത് വീണ്ടും ഒന്നും കൂടെ കൊടുത്തേ. അപ്പം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ എഴുതിയത് വേറെ, എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നതെന്ന് നിങ്ങൾ കേട്ടോയെ. ഈ കാലം കലിയാണോ മലകൾ ഇടിയുമ്പോഴും നമ്മുടെ കണ്ണു കാണുന്നില്ലല്ലോ. ഇനി ഞാൻ എൻ്റെ കവിതയൊന്ന് കേൾപ്പിക്കാവേ. ഞാൻ ജസ്റ്റ് എഴുതിയത് എന്താണെന്നൊന്ന് അറിയിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഞാൻ അതിന് പേരിട്ടത് കലികാലം എന്ന ആ പേരിൽ തന്നെയാണ് ഇപ്പം ജെമിനി താഴെ വേറെ എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പം ഞാൻ തന്നെ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കലികാലം. കടലിരമ്പി കയറിയിട്ടും പഠിച്ചില്ല മനുഷ്യർ, നിനച്ചിരിക്കാതെ കാടിളകി മറിഞ്ഞിട്ടും മറിഞ്ഞില്ലൊരുവർ, മതഭ്രാന്തിനാൽ തീർത്തിടുന്നു മതിലുകൾ, സങ്കടക്കടലായി നിന്നിടുന്നു മനസാക്ഷി, വൈറസ് വന്നാലും വേണ്ടില്ല പണമെന്നു മുഖ്യം, വൈറലാകാൻ തിരക്കിടുന്ന മറ്റൊരുവൻ, ജീവനും ജീവിതവും അന്യമാകുന്നു അമ്മയച്ഛൻ പോരാട്ടത്തിലിന്ന്, നിറഞ്ഞൊഴുകുന്ന കുഞ്ഞു കണ്ണുകൾ പിടഞ്ഞിടുന്നൻ തായ്മനം, എങ്കിലും തൻ പെറ്റ വയറിലെ കുഞ്ഞു ജീവനെടുക്കുവാൻ തുനിഞ്ഞിടുന്ന അമ്മതൻ കാലം, ഇതല്ലേ കലികാലം.